ഗൈസ്, ഞാൻ ഇന്ന് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഒരു മധുരമായ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് കാൻഡി മെഷീനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ഈ ജംസ് ഇടാം. ആദ്യമായിട്ട് നമുക്കൊരു പേപ്പർ കപ്പ് എടുക്കണം. ഞാനിത് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു പെൻസിൽ വെച്ചിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇത് കാണുന്നുണ്ടാവില്ല, പക്ഷേ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരെണ്ണം കൂടി കട്ട് ചെയ്യാനുണ്ട്. അത് ഞാനൊന്ന് വരച്ചിട്ട് അപ്പം ഞാനിത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഇത് എടുത്തു വെക്കാം. ഇതേപോലെ ഒന്ന് ടോപ്പിൽ സർക്കിൾ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ കട്ടൗട്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തിട്ട്, ഈ കാർഡ്ബോർഡ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കളർ പേപ്പർ എടുത്ത് ഒട്ടിച്ചാൽ മതി. ചാർട്ട് പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏതെങ്കിലും കളർ എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ക്യാൻഡീൻ്റെ ഇത് ഒട്ടിക്കാം. അപ്പോൾ ഞാനിത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങുന്നവരെ ഒന്ന് ഡിസൈൻ ചെയ്യാം. ഇത് ഈ ഒരു ബീഡ്സിൻ്റെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ വെച്ച് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ജംസിൻ്റെ 4 പാക്കറ്റ് എടുത്ത് ഇടാം. ഇതിൻ്റെ അകത്ത് ഈ ജംസ് പാക്കറ്റ്സ് ഇടാം. ജംസിൻ്റെ പാക്കറ്റുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്കിത് ഫ്ലോപ്പായോ അതോ ഫ്ലോപ്പ് ആവാണ്ടെന്ന് നോക്കാം. മൂന്നെണ്ണം വന്നിട്ട് അടിപൊളി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ചോക്ലേറ്റിൻ്റെ പേര് കമൻറ്റിൽ എഴുതുക. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരു 10-15 പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇടുക. ഞാൻ ആകെ ഒരു 5 പാക്കറ്റ്, 5 അല്ല 4 പാക്കറ്റ്, ഒരെണ്ണം ഞാൻ തിന്നു.